ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 52 ചെസ്റ്റ് സൈസ് വരുന്ന ഒരു ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഷോപ്പിൽ നിന്നും ലൈനിങ് ക്ലോത്ത് വാങ്ങുമ്പോഴേ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീതി വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്താണ് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ലൈനിങ് ക്ലോത്ത് മുഴുവനായിട്ട് അതുപോലെ ഫോൾഡ് ചെയ്തെടുത്തേക്കുവാണ്. വീതി വശത്തേക്ക് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു, പിന്നീട് അതിന് നീളവശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് രണ്ട് പീസും കറക്റ്റായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം താഴ്വശത്ത് ഓപ്പൺ സൈഡാണ് വരുന്നത്. ആ ഓപ്പൺ സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ മടക്കുവശമാണ് വരുന്നത്. ഈ മടക്കുവശം താഴെ വരുന്ന രീതിയിൽ തിരിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസാണിത്. കറക്റ്റായിട്ടെല്ലാം ഇട്ട് കൊടുത്ത് എടുക്കാവുന്നതാണ്. രണ്ട് പീസ് ഒപ്പത്തിന്. ഇവിടെ താഴ്വശത്ത് മടക്കവശമാണ് വരുന്നത്. ഈ മടക്കവശത്ത് നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനാണ് നമ്മൾ താഴേക്ക് ആ മടക്കവശം ഇട്ടെടുത്തത്. നമ്മളിവിടെ കറക്റ്റായിട്ട് തുണിയിൽ ചുളിവൊന്നുമില്ലാതെ കറക്റ്റായിട്ട് ഒരുപോലെ കൈകൊണ്ടൊന്ന് തേച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള പീസാണ് ഈ ഇട്ടേക്കുന്നത്. ആദ്യം നമുക്ക് മുകളിൽ ഒരു ലെവലാക്കിയൊന്ന് ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. മുകളിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ലൈൻ വരച്ചെടുക്കുവാണ് മുകളിൽ. അതിനുശേഷം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചുരിദാറിന് സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞ് വേണ്ടുന്ന ലെങ്ത് എത്രയാണ്? 44 ഇഞ്ചാണ്. അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ച് ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം ഇവിടെ നിന്ന് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്തു. നമ്മുടെ ചുരിദാറിന് വേണ്ടുന്ന ലെങ്തിൽ നിന്നും 2-3 ഇഞ്ച് കുറച്ച് വേണം നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ 44 ഇഞ്ചായിരുന്നു. അതിൽ നിന്നും 3 ഇഞ്ച് കുറച്ച് 41 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് നമ്മളവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലൈനിങ്ങിന് വേണ്ടുന്ന ലെങ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തു കറക്റ്റായിട്ട്. ഇനി നമുക്ക് ആ മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഷോൾഡർ ഞാൻ ഇവിടെ 8.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ 8.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 8.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ വീതി തന്നെ കറക്റ്റ് ഇവിടെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് 8.25 ഇഞ്ച്. പിന്നീട് ഇങ്ങോട്ട് നീക്കി 8.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് അവിടെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് 51 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 12.25 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 13.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 13.25 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ആം ഹോൾ ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിവിടെ ആം ഹോൾ കർവ് വരയ്ക്കുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് ആം റൗണ്ട് കറക്റ്റ് ഉണ്ടോ എന്ന് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ 11 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അത് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് പോകും. അതുകൊണ്ട് 14.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഹിപ്പ് ലെങ്ത് അതായത് സ്ലിറ്റ് ലെങ്ത് 21 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 21.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോയിന്റിലെല്ലാം നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വേസ്റ്റ് റൗണ്ട് 48 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുമ്പോൾ 12 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 12.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു.
ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് റൗണ്ട് 53 ഇഞ്ചാണ്. അതിൻ്റെ 4 13.4 ഇഞ്ച്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 13.25 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മളിവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കത്തുള്ളൂ, പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നാൽ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയും വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയെല്ലാം നമ്മൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത്. ഇനി മാർക്ക് ചെയ്ത പോയിന്റുകൾ ആദ്യം മാർക്ക് ചെയ്തതിലൂടെ വരച്ചെടുത്ത് അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള പോയിന്റാണ്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തതും വരച്ചെടുത്തു. ഇനി നമുക്ക് ബോട്ടം വിട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ എത്രയാണോ തയ്യൽ തുമ്പ് ലൂസും എല്ലാം കൂടെ ചേർത്ത് എത്രയാണോ വരുന്നത് അതൊന്ന് അളന്ന് നോക്കുക. എനിക്കിവിടെ 14.25 ഇഞ്ചാണ് കിട്ടുന്നത്. അത് തന്നെ കറക്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തല്ലോ, അവിടെയായിട്ട് 14.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിന്റുകൾ ചേർത്തൊരു ലൈൻ വരച്ചെടുക്കണം. ആദ്യം മാർക്ക് ചെയ്ത പോയിന്റുകൾ ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത 1 ഇഞ്ചുകൾ ചേർത്തൊരു ലൈൻ വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഫ്രഞ്ച് കർവ് വെച്ചൊന്ന് നമ്മൾ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ വഴിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റ് അറിയാനായിട്ട്. ഇനി നമുക്ക് ബാക്ക് ആം ഹോളാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് പീസ് മാറ്റിയതിന് ശേഷം ആ ഫ്രണ്ട് ആം ഹോൾ 1/4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്തതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ ഇവിടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇത് ഫ്രണ്ട് പീസാണ്, അത് മാറ്റി വെക്കുക. ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ളത് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചൊന്ന് അളന്ന് നോക്കുക. 1-2 പ്രാവശ്യം നമ്മൾ അളന്ന് നോക്കണം. എനിക്കിവിടെ 12.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഓർത്ത് വെച്ചേക്കണം. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കുക ബാക്ക് പീസിൽ. അതിനുശേഷമാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. നമ്മൾ താഴെ വശത്ത് നിന്നും കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, ലൈനിങ് പീസ്, അതിലേക്കാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. 2 സ്ലീവിനുള്ള തുണിയായിട്ട് നമ്മളിവിടെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കറക്റ്റ് 2 സ്ലീവിനുള്ള തുണി നമ്മൾ മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിവിടെ ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം, ഒന്ന് ലെവലാക്കി ഒന്ന് വരച്ചെടുക്കുവാണ്. ഇവിടെ നമ്മുടെ ആം റൗണ്ടിൻ്റെ ഭാഗമാണ് വരുന്നത് ഇവിടെ. ഇനി നമ്മുടെ ആം റൗണ്ട് നമ്മൾ ബോഡി പാർട്ടിൽ നിന്ന് അളന്നെടുത്ത് 12.5 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 11.5 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ ലൈൻ വരച്ച് അവിടെയായിട്ട് 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കി അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇവിടെ ഫോൾഡ് വശമാണ് വരുന്നത്. ഇവിടെ സ്ലീവ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ആ ലെങ്ത് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ആ 2 പോയിന്റ് ചേർത്ത് ഒരു ലൈൻ വരച്ചെടുത്തു. നമ്മുടെ സ്ലീവ് ലെങ്ത് എത്രയാണോ 10 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും നീക്കി ഒരു 3.5 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ അവിടെ നിന്ന് ചരിച്ച് ഇതുപോലെ 3.5 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ബോഡി പാർട്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കുക. അതിൻ്റെ പകുതിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ഇതുപോലെ വെളിയിലേക്ക് കുഴിച്ച് ആ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിച്ചു. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി യോജിപ്പിച്ചു. സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് 6.25 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. പിന്നീട് ആ പോയിന്റുകൾ യോജിപ്പിച്ച് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സ്ലീവ് കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മനസ്സിലാകാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ 2 പീസ്
ഇതുപോലെ നിവർത്തി ഒന്ന് ഇട്ടെടുക്കുവാണ്. 2 പീസ് ഇപ്പം നിവർത്തി ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നോച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് നീക്കി നമ്മൾ ഇതുപോലെ ഒന്ന് ആംഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. കറക്റ്റായിട്ട് ഒരുപോലെ 2 സ്ലീവ് വെച്ചതിന് ശേഷം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലേക്ക് കൊണ്ടുവന്ന് ഈ കട്ട് അവസാനിക്കണം. പിന്നീട് കട്ട് ചെയ്തത് ഏത് വശത്തെന്ന് അറിയാനായിട്ട് 2 സ്ലീവും കൂടെ ചേർത്ത് വെച്ചൊരു നോച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ സ്ലീവിൻ്റെയും ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യണം. ഈ ലൈനിങ് പീസ് വെച്ച് കറക്റ്റ് അളവിൽ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് മടക്കിയിടണം. ലൈനിങ് ക്ലോത്ത് എങ്ങനെയാണോ മടക്കിയിട്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് മടക്കിയിടുന്നത്. ചീത്ത വശം പുറമേ ആവുന്ന രീതിയിൽ ഇതുപോലെ വീതി വശത്തേക്ക് നമ്മളൊന്ന് 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് താഴെ വരെയും ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനെ നീളവശത്തേക്ക് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ലൈനിങ് ക്ലോത്ത് എങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നത് അതേ സെയിം രീതിയിൽ തന്നെയാണ് മെയിൻ ക്ലോത്ത് മടക്കിയിടുന്നത്. ഇപ്പം ഇത് 2ആയിട്ട് വീതി വശത്തേക്ക് മടക്കിയിട്ടു. പിന്നീട് നീളവശത്തേക്ക് ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം 2 ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസായിട്ടുണ്ട്. നമ്മളിപ്പോൾ 4ആയിട്ട് ഇവിടെ മടക്കിയിട്ടേക്കുവാണ്. നമ്മളിവിടെ മടക്കിയിടുമ്പോൾ ചുളിവൊന്നും ഇല്ലാതെ വേണം മടക്കിയിടാനായിട്ട്. 2 പീസ് ഒരുപോലെ ഇട്ടെടുക്കണം. ഏറ്റക്കുറച്ചിലൊന്നും വരരുത്. മടക്കുവശമെല്ലാം കറക്റ്റ് ഒരുപോലെ വരണം. ഇപ്പം ഇവിടെ മടക്കുവശമാണ് വരുന്നത്, അതെല്ലാം കറക്റ്റ് ഒരുപോലെ വരണം. അങ്ങനെ ഇവിടെ നമ്മൾ മെയിൻ ക്ലോത്ത് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ ഇപ്പോൾ 2 പീസ് വരുന്നുണ്ട്. ഫോൾഡ് വശമാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ബാക്ക് പീസാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട് പീസും സ്ലീവും മാറ്റി വെച്ചതിന് ശേഷം ബാക്ക് പീസ് എടുത്ത് നമ്മൾ ഈ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ലെങ്ത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ലെങ്ത് നമുക്ക് മെയിൻ ക്ലോത്തിന് കൂടുതലാണ് വരുന്നത്. എത്രയാണോ നമുക്ക് ചുരിദാറിന് വേണ്ടുന്ന ലെങ്ത് അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രായും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ 44 ഇഞ്ചാണ് അവർ തന്ന ചുരിദാറിൻ്റെ ലെങ്ത് വരുന്നത്. പക്ഷേ എനിക്ക് അത്രയും ലെങ്ത് കിട്ടുന്നില്ല. ഇപ്പോൾ ഞാൻ കറക്റ്റ് അവിടെ നിന്ന് ലെവലാക്കി വരച്ചെടുക്കുവാണ്. 4 പീസും കൂടെ വരുന്ന രീതിയിൽ ലെവലാക്കി ഒന്ന് വരച്ച് എടുക്കുവാണ്. കാരണം താഴ്വശത്ത് ഏറ്റക്കുറച്ചിലുണ്ട്. ചില പീസ് കയറിയും ഇറങ്ങിയുമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റ് 4 പീസ് ഒരു കൂട്ട് വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചെടുത്തു. ഞാനിവിടെ എത്രയാണോ ലെങ്ത് കിട്ടുന്ന ആ ലെങ്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. ബാലൻസ് ഏറ്റക്കുറച്ചിലുള്ളത് കട്ട് ചെയ്ത് മാറ്റി. നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്യുക. പിന്നീട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അന്നേരം എക്സ്ട്രാ മെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്ന് വേണം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. കാരണം വേറെ ബാലൻസ് തുണിയൊന്നും വേറെ വരുന്നില്ല. ഇവിടെ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഈ സൈഡ് വശത്ത് നിന്നും കിട്ടുന്ന പീസിൽ നിന്നുമാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അല്ലാതെ എക്സ്ട്രാ പീസൊന്നുമില്ല. നമ്മളിവിടെ ലൈനിങ് ക്ലോത്തിൽ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ലെവലിൽ ഒന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ സൈഡ് വശമൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെങ്കിൽ തുണി തികയത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ജോയിൻറ്റ് ചെയ്ത് വെച്ചാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കറക്റ്റ് ലെവലാക്കി നമ്മൾ ഈ എൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ലെവലാക്കി ഒന്ന് ഒരേ ലെവലിൽ ഇട്ടെടുക്കുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ആം റൗണ്ട് ക്ലോത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇട്ടെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം. ഈ കട്ട് ചെയ്ത് ബാലൻസ് ഉള്ള പീസിൽ നിന്ന് 2 പീസ് എടുത്ത് നമുക്ക് സ്ലീവിൻ്റെ എക്സ്ട്രാ ജോയിൻറ്റ് ചെയ്തെടുക്കണം. 2 പീസൊന്ന് മടക്കി ഇട്ടെടുക്കുവാണ്. കറക്റ്റായിട്ട് മടക്കി ഇട്ടതിന് ശേഷം
ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിവിടെ ആം റൗണ്ടിൻ്റെ ഭാഗമെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അവിടെ 2 പീസും കൂടെ ചേർത്ത് നോച്ചിട്ട് എടുക്കുവാണ് സെൻറ്റർ ഭാഗം അറിയാനായിട്ട്. ഇനി നമ്മൾ താഴ്വശത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഈ പീസ് അരയിഞ്ച് കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് പീസും കൂടെ സ്ലീവിന് വേണ്ടുന്ന പീസ് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തു. മെയിൻ ക്ലോത്തും ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് സ്ലീവിൻ്റെ ഒരു പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അത് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് 1/2 ഇഞ്ച് വീതിയിൽ, നമ്മൾ 1/2 ഇഞ്ചാണ് എക്സ്ട്രാ ഇട്ടത്, ആ 1/2 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. അങ്ങനെ ഇവിടെ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ 2 പീസും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ചിട്ടു. ഇനി പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് ഇങ്ങോട്ടിരിക്കണം. ഈ പീസിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ചിട്ടെടുക്കുന്നത്. അങ്ങനെ ഇവിടെ 2 സ്ലീവിൻ്റെ മെയിൻ ക്ലോത്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ലൈനിങ് ക്ലോത്തിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശം ചേർന്നാണ് വരുന്നത്. ഇവിടെ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കുവാണ്. ഇനി നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. തയ്യൽ തുമ്പ് ലൈനിങ് ക്ലോത്തിൻ്റെ അവിടേക്ക് വരുന്ന രീതിയിൽ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്കിട്ട് മെയിൻ ക്ലോത്തിൻ്റെ ഇതുപോലെ അരികിലൂടെ ഒരു സ്റ്റിച്ചിട്ടെടുക്കണം. പിന്നീട് സ്ലീവിൻ്റെ 3 സൈഡും ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് ഇതുപോലെ സ്റ്റിച്ചിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ലീവ് ഇതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തു. പിന്നീട് പതിച്ച് സ്റ്റിച്ച് ചെയ്തു. പിന്നീട് ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് മറിച്ചിട്ട് മെയിൻ ക്ലോത്തിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചിട്ടെടുത്ത് പിന്നീട് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് 3 സൈഡും സ്റ്റിച്ചിട്ടെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അരികിലായിട്ട് എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ഇവിടെ സ്ലീവിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസിലേക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ഒരു തിളക്കമുള്ള ഗ്ലേസിംഗ് ഉള്ള ഭാഗമുണ്ട്, അതാണ് നമ്മൾ ക്ലോത്തിലേക്ക് ചേർത്ത് വെച്ച് അയൺ ചെയ്തെടുക്കുന്നത്. ക്യാൻവാസ് നെക്ക് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ക്യാൻവാസ് ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തു. ഇനി നമ്മളത് പിൻ ചെയ്ത് കൊടുക്കുവാണ്. കാരണം മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തെന്നിപ്പോവും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്തതിന് ശേഷമാണ് നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾക്ക് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കണം. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് നെക്ക് വിഡ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 4 ഇഞ്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഇപ്പോൾ 2ആയിട്ട് മടക്കി ഇട്ടേക്കുവാണ്. നമ്മൾ 4 ഇഞ്ച് ഫോൾഡ് വശത്ത് നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത് വന്നിട്ട് 6 ഇഞ്ചാണ്. നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും. അതുകൊണ്ട് 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും നീക്കി 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. വീണ്ടും അവിടെ നിന്ന് നെക്ക് ലെങ്തും മാർക്ക് ചെയ്തു. അങ്ങനെ നമ്മളിവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം ചേർത്ത് ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചതിനകത്ത് നമുക്ക് ഏത് നെക്ക് വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാവുന്നതാണ്.
ഇവിടെ ഇപ്പം ഞാൻ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഞാനിവിടെ ഫ്രഞ്ച് കർവ് വെച്ചൊരു റൗണ്ട് നെക്കൊന്ന് വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ആ വരച്ചതിന് ചുറ്റുമായിട്ട് 1 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ റൗണ്ട് നെക്ക് വരച്ച അവിടെ ഇതിൻ്റെ ആ പോയിന്റിൽ നിന്നുമാണ് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ല ആദ്യം വരച്ച സ്ക്വയറിലൂടെ അല്ല, റൗണ്ട് നെക്ക് വരച്ചതിൻ്റെ ചുറ്റിനും നീക്കിയാണ് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം ചേർത്ത് ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ മുകളിലായിട്ടൊരു 1/4 ഇഞ്ച് ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ നിർത്തും കട്ട് ചെയ്യുമ്പോൾ. കാരണം നെക്ക് വിട്ട് കൂടിയും കുറഞ്ഞൊന്നും പോകാതിരിക്കാം, കറക്റ്റ് ആ ലെവലിൽ തന്നെ കിട്ടാനായിട്ടാണ് ആ ബ്രിഡ്ജ് പോലെ അവിടെ നിർത്തുന്നത്. ഈ വെളിയിലൂടെ വരച്ചതിലൂടെ നമ്മൾ ആദ്യം കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ലെവലാക്കി മുകളിൽ വരച്ച ലൈനിലൂടെ വരച്ചത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമ്മൾ ഉള്ളിലൂടെ വരച്ച റൗണ്ട് നെക്കിൻ്റെ ആ ഷേപ്പിൽ കറക്റ്റ് ലെവലിൽ വരച്ചതിലൂടെ കട്ട് ചെയ്ത് നമ്മൾ ആ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ബാലൻസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പീസിലേക്ക് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കണം. നമ്മളിവിടെ കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ചാണ് അയൺ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ക്യാൻവാസ് പേപ്പർ ഒരു ക്ലോത്തിലേക്ക് വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചുറ്റിനും ഒരു 1/2 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റണം. മുകളിൽ നമ്മൾ ആ ക്യാൻവാസിൻ്റെ ലെവലിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം 1/2 ഇഞ്ച് നിർത്തിയത് ഇതുപോലെ ചുറ്റിനും മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് ഈ ക്യാൻവാസ് പീസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് ക്ലോത്ത് നിവർത്തിയിട്ടെടുക്കുക. അതിനു മുമ്പായിട്ട് സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൈനിങ് ക്ലോത്ത് നിവർത്തിയിട്ടെടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു നോച്ചിട്ടെടുക്കുവാണ്. ചെറിയൊരു കട്ടിങ് ഇട്ടെടുക്കുവാണ്, കറക്റ്റ് സെൻറ്റർ ഭാഗം അറിയാനായിട്ട്. ലൈനിങ് ക്ലോത്തിൻ്റെയും ആ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ ഇതുപോലെ 2 നോച്ച് നമ്മൾ കറക്റ്റ് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഇട്ടെടുക്കണം. ഇപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിലായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്യാൻവാസ് പേപ്പർ വെച്ച പീസ് വെച്ച് കൊടുക്കാവുന്നതാണ്. ക്യാൻവാസ് പേപ്പർ വെച്ച പീസിലും നമ്മൾ നോച്ചിട്ടെടുത്തിട്ടുണ്ട്. അതും ആ കറക്റ്റ് നോച്ചെല്ലാം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് പിൻ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ നെക്കിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കണം. ക്യാൻവാസ് പേപ്പർ സ്റ്റിച്ച് കൊള്ളാതെ നമ്മളിവിടെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചുറ്റിനും ഒരു 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ചുറ്റിനും 1/4 ഇഞ്ച് നിർത്തിയാൽ മതി. അതിനുശേഷം ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ക്യാൻവാസ് പേപ്പർ വെച്ച പീസ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ക്യാൻവാസ് പേപ്പറിൻ്റെ ആ പീസും അതിൻ്റെ തയ്യൽ തുമ്പും ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ആ ക്യാൻവാസ് പേപ്പറിൻ്റെ പീസിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. ഇവിടെ ഇപ്പം കണ്ടില്ലേ, ഈ പീസിൻ്റെ തയ്യൽ തുമ്പും ഇങ്ങോട്ടാണ് ഇരിക്കുന്നത്, ക്യാൻവാസ് പേപ്പറും അങ്ങോട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പർ ഉള്ളിലേക്ക് വെച്ച് നേരത്തെ ഹെം ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഇനി ഹെം ചെയ്യാതെ തന്നെ മെഷീനിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും ഇതുപോലെ രണ്ടായിട്ടൊന്ന് വിടർത്തിയിട്ടെടുക്കണം. അതിനുശേഷം ആ ക്യാൻവാസ് വെച്ച പീസ് നമ്മൾ ഈ ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ച് ആ നെക്കിൻ്റെ ഷേപ്പിലൊന്ന് സ്റ്റിച്ചിട്ടെടുക്കണം. ആ ക്യാൻവാസ് പേപ്പറിൽ ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലൊന്ന് സ്റ്റിച്ചിട്ടെടുക്കാവുന്നതാണ്. മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് കൊള്ളരുത്, ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ചാണ് നമ്മളിവിടെ സ്റ്റിച്ചിട്ടെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ലൈനിങ് ക്ലോത്തിലേക്ക് വെച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കിയിട്ടതിന് ശേഷം കറക്റ്റ് ആ നെക്കിൻ്റെ ഷേപ്പിലൊന്ന് സ്റ്റിച്ചിട്ടെടുക്കണം, നല്ല പീസിൻ്റെ മുകളിലൂടെ. അതിനുശേഷം താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം ലൈനിങ് പീസിൻ്റെ. അതിനുശേഷം മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് 3 സൈഡ് എല്ലാ വശവും ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ ഭാഗവും എല്ലാം നമ്മൾ സൈഡ് വശം എല്ലാം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഇനി എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്.
അങ്ങനെ ഇവിടെ ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ക്യാൻവാസ് പേപ്പറിലല്ല നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്, ലൈനിങ് ക്ലോത്തിലേക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കുവാണ്. ഇവിടെ ലൈനിങ് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. നമുക്ക് നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്ക് വിഡ്ത്ത് വന്നിട്ട് 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് അവിടെ നിന്നും നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മളൊരു സ്ക്വയർ പോലെ വരച്ചെടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് പോകും, അതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ റൗണ്ട് നെക്ക് ഞാൻ ഫ്രഞ്ച് കർവ് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചോക്ക് വെച്ച് അതൊന്ന് തെളിച്ച് വരച്ചെടുക്കുവാണ്. അതിനുശേഷം ഈ ചോക്കിൻ്റെ മാർക്കിങ് അപ്പുറത്തെ വശത്തേക്കും കിട്ടാനായിട്ട് കറക്റ്റ് ഒരുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ആം ഹോളിൻ്റെ ഭാഗമെല്ലാം കറക്റ്റായിട്ടിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ചോക്കിൻ്റെ പാട് അപ്പുറത്തെ വശത്തേക്കും കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചോക്കിൻ്റെ പാട് കിട്ടിയിട്ടുണ്ട്. അത് തെളിച്ചൊന്നുകൂടെ വരച്ചെടുക്കുവാണ്. വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇനി നമുക്ക് ഈ പീസ് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിവിടെ മെയിൻ ക്ലോത്ത് നിവർത്തിയിട്ടെടുക്കുവാണ്. ആദ്യം മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചിട്ടെടുക്കാം. നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് പീസ് വെച്ച് കൊടുക്കണം. ലൈനിങ് പീസിൻ്റെ സെൻറ്റർ ഭാഗവും മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗവും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ വരച്ച ആ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി 1/4 ഇഞ്ച് നിർത്തി ബാലൻസ് ഉള്ള പീസ് ചുറ്റിനും കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിവിടെ ഈ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷോൾഡറും ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്ത് ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ടെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒരേ രീതിയിൽ വരുന്നത് പോലെ ഇട്ടെടുക്കുക. നല്ല വശം ചേർന്ന് വരണം. അതിൻ്റെ മുകളിലേക്ക് ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അടുത്ത വശത്തെയും ബാക്ക് പീസിൻ്റെ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും വിടർത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ ഷോൾഡർ എല്ലാം സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ആം റൗണ്ടിൻ്റെ ഭാഗവും സൈഡും എല്ലാം ജോയിൻറ്റ് ചെയ്ത് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തു. എക്സ്ട്രാ നിൽക്കുന്ന മെയിൻ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. ലൈനിങ് ക്ലോത്തിൻ്റെ താഴ്വശവും നമ്മളിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം, സൈഡ് ജോയിൻറ്റ് ചെയ്യണം, സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം, താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇത്രയും ചെയ്യണം. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക, തിരിച്ചങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്ന ഇങ്ങനെയാണ്. നമ്മുടെ ചാനൽ ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ലൈനിങ് വെച്ചിട്ടുള്ളതും ലൈനിങ് വെക്കാത്തതും അതുപോലെ തന്നെ സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്ലിറ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലിറ്റിന് 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്, എങ്കിലേ കറക്റ്റായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ചുളിവൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.